ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഓണക്കാലം മലയാളികൾക്ക് ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരാഘോഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരക്ക് പിടിച്ച കണ്ണൂർ നഗരത്തിലെ മലബാർ റെസിഡൻസിക്ക് മുമ്പിലാണ്. ഓണക്കാലങ്ങളിൽ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ ശ്രീ ഹരിശ്രീ അശോകൻ ഇപ്പോഴുള്ളത് ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ ഓണക്കാല വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിൻ്റെ ഓണക്കാല വിശേഷങ്ങളെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഓണം ഇപ്പോൾ ലൊക്കേഷനിൽ പോകണം. കാരണം ആ ദിവസം ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഒരു പടത്തിനും ഒരു ആവശ്യത്തിനും ഉദ്ഘാടനത്തിന് പോലും കൊടുക്കാറില്ല. കാരണം വേറെ ഒന്നുമില്ല, തിരുവോണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്, അവിട്ടം എന്ന് പറയുന്നത് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ തിരുവോണത്തിനും അവിട്ടത്തിനും അമ്മ എൻ്റെ കൂടെയാണ്. അപ്പോൾ മാത്രമല്ല, അമ്മ എൻ്റെ കൂടെ താമസിക്കുന്നുണ്ട്. എല്ലാ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ അന്ന് വരും. അവരുടെ ഓണാഘോഷം തിരുവോണം കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഉച്ചയ്ക്ക് എത്തും. അപ്പോൾ വീട്ടിലൊരു ആഘോഷം തന്നെയാണത്. അതിന് ഒരു സ്ഥലത്ത് ഇപ്പോൾ ദുബായിൽ നിന്ന് വരെ ഞാൻ വന്നിട്ട് പ്രോഗ്രാം സമയത്ത് ദുബായിൽ നിന്ന് വരെ വന്നിട്ട് ആ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. അതെങ്ങും മിസ്സാക്കാറില്ല ഒരിക്കലും. കാരണം ഞാൻ സിറ്റിയിൽ ജനിച്ച് വളർന്നതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ഓണത്തെക്കുറിച്ചെന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു. അന്ന് ഓണമാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. കാരണം ആ ഒരു ദിവസം വരാൻ നേരത്ത് മാത്രമേ വീട്ടിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം പലതരത്തിലുള്ള ഭക്ഷണങ്ങളും പായസവും പഴവും ഓടിയും എല്ലാം എടുത്തിട്ട് പുറത്തു പോകുക എന്നുള്ളത് അതിനു മുമ്പൊന്നും അത്രയും നല്ല രീതിയിലല്ലായിരുന്നു ജീവിതങ്ങൾ. അപ്പോൾ ഓണം സിറ്റിയിലുള്ളൊരു ഓണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എങ്ങനെയുള്ള ഒരു നാട്ടിൻപുറത്തെ ഓണത്തെക്കാളൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓണമാണ്. അത്രയും നമുക്ക് നാട്ടിൽ പോലെ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. സർ, ഇന്ന് ഇപ്പോൾ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓണക്കാലത്തിൻ്റെ ഒരു മാധുര്യം ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ മലയാളികളെന്ന് പറയുന്നു. ഇപ്പോൾ സാറിപ്പോൾ ഒരു താരമായി ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങക്ക് ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതുപോലെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്? അല്ല, അകന്നു പോകുന്നു എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ എന്തിൽ നിന്നാണ് നമ്മൾ അകലുന്നു എന്നുള്ളതാണ് കുഴപ്പം. നമ്മളായിട്ട് അകലാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ അകൽച്ച കൂടുന്നത്. ഇപ്പോൾ തിരുവോണം ആഘോഷിക്കണം, അല്ലെങ്കിൽ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് തുടങ്ങി തന്നെ പൂക്കളങ്ങൾ ഇടുക. അത് നമ്മുടെ നാട്ടിൽ സിറ്റിയിൽ അത് വളരെ കുറവാണ്. കാരണം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പോയിട്ട് അങ്ങനെ പൂക്കൾ കൊണ്ട് ഒരു ഓണക്കളം ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി വാങ്ങണം പൂവ്. നാട്ടിൻ പ്രദേശത്ത് അങ്ങനെയല്ല. ഇപ്പം നാട്ടിൻ പ്രദേശം തന്നെ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാടങ്ങളെല്ലാം നിരത്തി അവിടെ ബിൽഡിങ് കയറ്റുക. അപ്പോൾ അവിടെ എവിടെയാണ് പാടില്ല? ഇപ്പോൾ പാടവരമ്പത്തൂട് ഓടാനും അല്ലെങ്കിൽ ആ ഊഞ്ഞാൽ കെട്ടി ആടാനും ഒന്നും സ്ഥലങ്ങളില്ലാതെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ തന്നെ. അതൊക്കെ ഇപ്പോൾ നികത്തി. ഇപ്പം നികത്താൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെങ്കിൽ തന്നെ കയ്യിൽ പണമുള്ളൊരു ഭൂമി നികത്താം, അവിടെ ബിൽഡിങ് കയറ്റാം. അപ്പോൾ ആ ഗ്രാമങ്ങളെല്ലാം ഇപ്പോൾ പട്ടണമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് അകൽച്ച വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ അകൽച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സ്വീകാര്യമാക്കാതിരിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക്. അപ്പോൾ ഈ ഗ്രാമങ്ങൾ ഞങ്ങൾ പട്ടണത്തിൽ ജനിച്ച അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പൂന്നുള്ളാനോ അല്ലെങ്കിൽ പാടവരമ്പത്തൂടെ ഓടാനോ ഒന്നും ഇനി കഴിയാതെ വരും. ഇപ്പോൾ അങ്ങ് അറിയപ്പെടുന്ന ഒരു താരമാണ്. അപ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരെ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓണം ആഘോഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുപക്ഷെ അങ്ങേക്ക് നഷ്ടമായിട്ടുണ്ടാവാം. കുട്ടിക്കാലത്ത് അങ്ങ് ഒരുപക്ഷെ വളരെ ഉത്സാഹത്തോടു കൂടി അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ആ ഒരു പാരതന്ത്ര്യം, ഈ നിലയിലുള്ള ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെയും പോകും. കാരണം എനിക്കങ്ങനെ ഒരു നോക്കാനല്ല, ഒരു സദസ്സിലേക്ക് ഇറങ്ങി ചെല്ലാനോ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ട് പെരുമാറാനോ ഒന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല. കാരണം ഞാൻ വളർന്നതും ജീവിച്ചതൊക്കെ ആ രീതിയിലുള്ള ഒരു ഏരിയ എന്നായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിൽ നമുക്കൊരു തോന്നുന്നില്ല എനിക്ക് അവിടെ പോകാൻ പാടില്ല, അവിടെ പോയാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് എന്നോട് പെരുമാറുന്ന രീതിക്കൊന്നും വ്യത്യാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല, എങ്ങനെ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ബസ്സിൽ കയറി മേനക സ്റ്റോപ്പ് വരെ ഞാൻ യാത്ര ചെയ്ത് നോക്കി അടുത്ത കാലത്ത്. കാരണം എന്താണ് അതിൻ്റെ സുഖം. എൻ്റെ കാർ പുറകെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ അകത്ത് ചെന്നപ്പോൾ ബസ്സിൻ്റെ അകത്ത് കയറിയപ്പോൾ ആ കണ്ടക്ടർ അല്ലെങ്കിൽ ആ കിടി ചോദിച്ചു, എന്താ സാറേ ബസ്സിൽ? ചുമ്മാ ഒന്ന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബസ്സിൽ കയറി. അപ്പോൾ അവിടെ തന്നെ പലരും ഇരിക്കി എന്ന് പറയും. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് വേണ്ട ഞാൻ നിന്നോളാം, എനിക്ക് നിന്ന് യാത്ര ചെയ്യട്ടെ കുറച്ച്. എവിടം വരെ ഉണ്ട്? അത് ഞാൻ ചിലപ്പോൾ മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങും. അപ്പോൾ കണ്ടക്ടർ വന്നിട്ട് ഒരു സീറ്റ് കൊടുക്കും. ഒരു വല്യമ്മ വരെ എഴുന്നേറ്റ് വന്നു, ഇവിടെ ഇരിക്കുമോനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ സിനിമ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിന്നോളാം അമ്മച്ചി അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന് മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാറായപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പലരും കുറച്ച് ദൂരം കൂടി ഞങ്ങളിവിടെ വാ. അപ്പോൾ നമ്മൾ അവരിലേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മളോടുള്ള അടുപ്പം അറിയാൻ പറ്റുള്ളൂ. നമ്മൾ മാറിയിരിക്കുമ്പോൾ അവർ അങ്ങനെ ചെന്നാൽ കുഴപ്പമാവോ, അവർ അതൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവാതിരുന്നാൽ മതി.